ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് സ്റ്റോഴ്സ് ലെഡ്ജറിലെ 11ാമത്തെ ചോദ്യം ചെയ്യുന്നു. സിമ്പിൾ ആവറേജിലെ 3ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ എ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് യൂസിങ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് 120 യൂണിറ്റ്സ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 120 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് എത്രയാണ്? 120 യൂണിറ്റ്സിൻ്റെ റേറ്റ് 10 രൂപ വെച്ചാണ് തന്നിരിക്കുന്നത്. 10 × 10 അപ്പോൾ എത്ര വരും? 1200 വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് പർച്ചേസാണ് 100 യൂണിറ്റ് 12 രൂപ വെച്ച്. അപ്പോൾ 5-ാം തീയതിയാണ് 100 യൂണിറ്റ് 12 രൂപ വെച്ച്. 100 യൂണിറ്റ് 12 1200 വരുന്നു. അപ്പോൾ 120 യൂണിറ്റ് 10 രൂപ വെച്ചും 1200 100 യൂണിറ്റ് 12 വെച്ചും. ഇനി ഇഷ്യൂ 75 യൂണിറ്റാണ് പറയുന്നത്. ഇഷ്യൂ 75 യൂണിറ്റാണ് പറയുന്നത്. അപ്പോൾ 7-ാം തീയതി ഇഷ്യൂ ആണ്. 7-ാം തീയതി ഇഷ്യൂ എത്ര യൂണിറ്റ്? 75 യൂണിറ്റ്. ദെൻ 10-ാം തീയതി പർച്ചേസ്. എത്ര യൂണിറ്റ് പർച്ചേസ്? 200 യൂണിറ്റ് 13 രൂപ വെച്ച്. അപ്പോൾ 0.62 രൂപയാണ്. 16-ാം തീയതി ഇഷ്യൂ 100 യൂണിറ്റ്. ദെൻ 20-ാം തീയതി 50 യൂണിറ്റ് ഇഷ്യൂ. 20-ാം തീയതി 50 യൂണിറ്റ് ഇഷ്യൂ. ദെൻ അടുത്തത് പർച്ചേസ് 100 യൂണിറ്റ് 25-ാം തീയതി. 25-ാം തീയതി പർച്ചേസ് 100 യൂണിറ്റ്. അതിൻ്റെ റേറ്റ് വേണം. ആ റേറ്റ് 14 രൂപയാണ്. യൂണിറ്റ്സ് ഓഫ് ₹40 ഈച്ച്. അപ്പോൾ 100 × 14. ദെൻ 30-ാം തീയതി എത്ര യൂണിറ്റ് ഇഷ്യൂ പറയുന്നത്? 90 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി ആൻസറിലേക്ക് വരുമ്പോൾ, സ്റ്റോഴ്സ് ലെഡ്ജറിലേക്ക് വരുമ്പോൾ ഡേറ്റുകൾ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഡേറ്റുകൾ എന്നാണത്? 2012 ഏപ്രിൽ 1. 2012 ഏപ്രിൽ 1. ഓക്കെ, 2012 താഴെ ഏപ്രിൽ 1. അതിൻ്റെ ബാലൻസ് അല്ലേ? അതിൻ്റെ ബാലൻസാണ് നമുക്ക് എഴുതേണ്ടത്. ക്വാണ്ടിറ്റി കോളത്തേക്ക് വരുന്നു. ക്വാണ്ടിറ്റി കോളത്തിൽ 120 × 10. 120 × 10 1200 വരുന്നു. ഓക്കെ, 1200. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസാണത്. ഓക്കെ, ഈ ക്വാണ്ടിറ്റി സെൻറ്റർ ചെയ്തു. ക്വാണ്ടിറ്റിയും റേറ്റും സെൻറ്റർ ചെയ്തിടാം. എമൗണ്ട് മാത്രം നമുക്കൊന്ന് റൈറ്റ് അലൈൻ ചെയ്യാം. ഓക്കെ, ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട് റൈറ്റ് അലൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി 1-ാം തീയതി കഴിഞ്ഞു. 1-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് എന്നാ? 1-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് 5-ാം തീയതി. 5-ാം തീയതി പർച്ചേസാണ് 100 × 12. 100 × 12 റേറ്റ് കോളത്തിൽ 12 അടിക്കാം. 12 100 × 12 1200. ബാലൻസ് ചെയ്തല്ലേ? 120 100 കൂടി കൂട്ടാം. അപ്പോൾ 220. 1200 കൂടി കൂട്ടുമ്പോൾ 2400. ഓക്കെ, അപ്പോൾ 5-ാം തീയതിയിലത്തെ കഴിഞ്ഞു. 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡേറ്റ് എന്നാ? അടുത്ത ഡേറ്റ് 7-ാം തീയതി ഇഷ്യൂ. 7-ാം തീയതി ഇഷ്യൂ. എത്ര യൂണിറ്റ് ഇഷ്യൂ പറയുന്നത്? അത് നമ്മൾ ചോദ്യത്തിൽ നോക്കിയിട്ട് പറയാം. 75 യൂണിറ്റാണ് ഇഷ്യൂ. 75 യൂണിറ്റ് ഇഷ്യൂ. ഈ 75 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആ റേറ്റ് എന്ന് പറഞ്ഞാൽ 220 യൂണിറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ബാലൻസ്. തൊട്ട് മുമ്പത്തെ ഡേറ്റിലെ ബാലൻസ് 220. ഈ 220 ഏതൊക്കെ ചേർന്നാണ്? ഈ 100ഉം ഈ 120ഉം ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 10. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 12. അപ്പോൾ 10 + 12. 10 + 12/2. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ഇതിൻ്റെ സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വലത്തോട്ട് നീക്കുന്നുണ്ട്. അപ്പോൾ കാരണം അവിടെ അത്രയും സ്പേസ് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെയാണ് നമുക്ക് സ്പേസ് വേണ്ടത്. വാല്യൂ യെസ്, ഇവിടെയാണ് കൂടുതൽ സ്പേസ് വേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് അറേഞ്ച് ചെയ്തു. ഓക്കെ, 10 + 12/2. ഓക്കെ, 10 + 12 അപ്പോൾ 12 22 അല്ലേ? 22. 10 + 12 = 22. 22/2 11. അപ്പോൾ 11 രൂപയാണ് അതിൻ്റെ ആവറേജ് വരുന്നത്. 75 × 11 അതാണ് അതിൻ്റെ വാല്യൂ. 75 × 11. 75 × 11 825. 825. ഇനി എൻ്റെ ബാലൻസ് ചെയ്തണ്ടേ? ബാലൻസ് ചെയ്തുമ്പോൾ 220-ൽ നിന്ന് 75 കുറയ്ക്കാം. 220-ൽ നിന്നും എത്ര കുറയ്ക്കാം? 75 കുറയ്ക്കാം. അപ്പോൾ 75 കുറയ്ക്കുമ്പോൾ 145 വരും. 145. അതുപോലെ 2400-ൽ നിന്ന് 825 കുറയ്ക്കാം. 2400 - 825 1575 വരും. 1575. ഇതാണ് അതിൻ്റെ ബാലൻസ്. 1575. അപ്പോൾ 7-ാം തീയതിയിലത്തെ കഴിഞ്ഞു. 7-ാം തീയതിയിലത്തെ കഴിഞ്ഞു. ഇനി അടുത്ത ഡേറ്റ് എന്നാണ് സംഭവിച്ചിരിക്കുന്നത്? അടുത്ത ഡേറ്റിൽ വന്നിരിക്കുന്നത്
10-ാം തീയതിയാണ്. 10-ാം തീയതി നമ്മൾ പർച്ചേസാണ്. എത്ര യൂണിറ്റ് പർച്ചേസ്? 10-ാം തീയതിയിലെ പർച്ചേസ് 200 യൂണിറ്റാണ് പർച്ചേസ്. 200. അതിൻ്റെ റേറ്റ് 13 റേറ്റ് 13. ഓക്കെ. ആ റേറ്റ് 13 കഴിഞ്ഞാൽ പിന്നെ 13 ഇൻറ്റു 200 യൂണിറ്റിനെ വാങ്ങിച്ചിരിക്കുക. 200 ഇൻറ്റു 13 2600. 200 ഇൻറ്റു 13 2600 2600. ഓക്കെ. 2600. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? ബാലൻസ് ചെയ്യുമ്പോൾ 145ൻ്റെ കൂടെ 200 കൂട്ടുക. അപ്പോൾ 345 വരും. 345. അതുപോലെ അതിൻ്റെ 1575ൻ്റെ കൂടെ 2600 കൂട്ടാം. 1575. അതായിരുന്നല്ലോ ബാലൻസ്. അതിൻ്റെ കൂടെ വാങ്ങിച്ചതിൻ്റെ 2600 കൂട്ടുന്നു. അപ്പോൾ 4175. 4175 വരും. ഓക്കെ. ഇനി 10-ാം തീയതിയിലത്തെ കഴിഞ്ഞു. അപ്പോൾ 345 യൂണിറ്റ് 4175. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് 10-ാം തീയതി കഴിഞ്ഞു. 16-ാം തീയതി 100 യൂണിറ്റ് ഇഷ്യൂ ആണ് പറയണത്. 16-ാം തീയതി 100 യൂണിറ്റ് ഇഷ്യൂ. അപ്പോൾ ഇഷ്യൂ കുളത്തിലേക്ക് വരുന്നു 100. അതിൻ്റെ റേറ്റാണ് ഇനി നമുക്ക് എഴുതേണ്ടത്. റേറ്റ് തൊട്ട് മുമ്പത്തെ ഡേറ്റ് ഇതാണ് 345. ആ 345ലേക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് ഇതിലേക്ക് വരണം. തൊട്ട് ഈ 200-ഉം ഈ 100, അപ്പോൾ 300ആയി. പിന്നെ ഓപ്പണിംഗ് ബാലൻസിൽ അതുകൂടി കൂട്ടാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 10 ആയിരുന്നു. 10ഉം 12ഉം 13. അതാണ് ഇതിൻ്റെ റേറ്റ് വരിക. 10 + 12 + 13 ബൈ 3. 3 എണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് 3. ഓക്കെ. 3 ഇട്ടിട്ട് അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 10 + 12 + 13 ഈക്വൽസ് ബൈ 3. 17.5 വരും. 17.5. 5 ഒന്നുകൂടി കൂട്ടി നോക്കിക്കോളൂ കേട്ടോ. അതായത് 10 + 12 + 13. അപ്പോൾ 35 ആയില്ലേ? 35/3. അപ്പോൾ എത്ര ശരിയായില്ലല്ലോ? 10 + 12 + 13. അപ്പോൾ 35 വരും. 35/3. 35/3 എത്ര വരും? 11.66 ആണ് വരുന്നത്. 11.67 വരും. 11.666 ആണ്. അപ്പോൾ നമുക്ക് 11.666 ഒരു 6 കൂടി ഇടാം. എന്നിട്ട് 11.66നെ 100 കൊണ്ട് ഗുണിക്കുക. 11.666 ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ 1166. അപ്പോൾ 6. അപ്പോൾ 1167 എടുക്കാം. 1167. ഓക്കെ. ഇനി 345 100 കുറയ്ക്കുക. അപ്പോൾ 245. ഇനി വാല്യൂ എടുക്കണ്ടേ? വാല്യൂ എടുക്കുമ്പോൾ 41.75 മൈനസ് 11.67 വരും. വെറും 3008 വരും. 3008. ഇതാണ് ബാലൻസ്. ഓക്കെ. ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ബാലൻസ് 345 100 കുറച്ച് എഴുതി. അതിൽ നിന്ന് 11.67 കുറച്ച് എഴുതി. ഇനി അടുത്ത ഡേറ്റ് എന്താണ്? 16-ാം തീയതി കഴിഞ്ഞാൽ 16-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഡേറ്റിൽ ഇഷ്യൂ ആണെന്ന് ഒരു ഇഷ്യൂ കൂടി ഉണ്ട്. 16-ാം തീയതി 100 യൂണിറ്റ് ആയിരുന്നു. 16-ാം തീയതി 100 യൂണിറ്റ് ആയിരുന്നു. അത് ഞാൻ 20-ാം തീയതി 50 യൂണിറ്റ്. അപ്പോൾ 20-ാം തീയതി 50 യൂണിറ്റ്. 20th 50 യൂണിറ്റ്. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ നമ്മൾ 50 അടിക്കുന്നു. ഇനി 245 ഉള്ളൂ. 245 ഇതിലായിരിക്കും ഉണ്ടാവുക. ഈ 200 ഇതിലുണ്ടാവും അല്ലേ? ഈ 200 ഉണ്ടാവും. പിന്നെ ഇതിലുണ്ടാവും. അപ്പോൾ 12ഉം 13ഉം ചേർന്നായിരിക്കും അതിൻ്റെ റേറ്റ് വരാം. അപ്പോൾ 12 + 13/2. 12 + 13 12/2. ഓക്കെ. 12ഉം 13ഉം കൂടി 25. 12 + 13 25. 25/2. 25/2 എത്രയാണ്? 12.5 വരും. അപ്പോൾ അതിൻ്റെ ആവറേജ് ആയിട്ട് 12.5. ഈ 12.5നെ 50 കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 50. അപ്പോൾ എത്ര വരും? 625 വരും. 625. ഇനി ബാലൻസ് ചെയ്ത് 245 245 ബാക്കിയുണ്ടേ. അതിൽ നിന്ന് 50 കുറച്ച്. 50 ഇഷ്യൂ ചെയ്താൽ അപ്പോൾ 195 ബാക്കി ക്വാണ്ടിറ്റി വരും. 195. പിന്നെ നമ്മൾ 3008 അല്ലേ? 3008 നിന്ന് 625 കുറയ്ക്കാം. 3008 നിന്ന് 625 കുറയ്ക്കാം. 625. ഓക്കെ. അപ്പോൾ 2383 വരും. 2383. 2383. 2383 വരും. ഓക്കെ. ഇനി അടുത്ത ഡേറ്റ് 20-ാം തീയതി കഴിഞ്ഞു. 25-ാം തീയതി പർച്ചേസ്. അപ്പോൾ 25-ാം തീയതി പർച്ചേസ് വരുന്നു. 25-ാം തീയതി പർച്ചേസ്. അതിൻ്റെ റേറ്റ് എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്തു? 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ വാല്യൂ എത്രയാണ്? 14. അതിൻ്റെ വാല്യൂ 100 × 14 1400. ബാക്കി എഴുതണ്ടേ? 195 + 100 295. ഓക്കെ.
295 വാല്യൂ ക്വാണ്ടിറ്റി എഴുതി കഴിഞ്ഞാൽ 2383 പ്ലസ് 1400 1400. അപ്പോൾ 3783 അതാണ് ഇതിൻ്റെ ബാക്കി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 25-ാം തീയതി കഴിഞ്ഞാൽ 30-ാം തീയതി, പിന്നെ നമുക്കുള്ളത് 30-ാം തീയതിയാണ്. 30-ാം തീയതി നമുക്ക് ഇഷ്യൂ ആണ് പറയുന്നത്. 30-ാം തീയതി ഇഷ്യൂ പറയുന്നു. അപ്പോൾ ഇഷ്യൂ പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇഷ്യൂ ഇവിടെ വരെ എത്തിയുള്ളത്. ഓക്കെ, ഇഷ്യൂ എത്രയാണ്? ഇഷ്യൂ 90 യൂണിറ്റാണ് ഇഷ്യൂ പറയുന്നത്. അപ്പോൾ 90 യൂണിറ്റ്. അതിൻ്റെ റേറ്റ് എടുക്കണ്ടേ? റേറ്റ് എടുക്കുമ്പോൾ ഏതൊക്കെ റേറ്റ് എടുക്കും? 295 ഏതൊക്കെ ചേർന്നായിരിക്കും? 295 എന്നുള്ളത് ഈ 100-ഉം പിന്നെ 195 ഇതും ഉണ്ടാവും അല്ലേ? ഈ 100 ഉണ്ടാവും, 195 ഉണ്ടല്ലോ, അത് ഇതുണ്ടാവും. അപ്പോൾ 13 + 14 13 + 14/2 13 + 14/2 2ആണ്. 13 + 14 എന്ന് പറയുമ്പോൾ 13 + 14 = 2. 13 14 കൂട്ടി കഴിഞ്ഞാൽ 27 വരും. 27 + 2 13.5 ആണ്. 13.5 13.5-ഉം പിന്നെ എന്താണ് 13.5 കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്യാം. അതിൻ്റെ ബാലൻസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. എങ്ങനെയാണ് ബാലൻസ് എടുക്കുക? ഇവിടെ 13.5 × 90 13.5 × 90 അപ്പോൾ 1215 വരും. 1215. ഒന്നുകൂടി നോക്കിക്കോ. 90 × 13.5. ഓക്കെ, 1215. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്തുമ്പോൾ എന്തുണ്ടാവും? 295 ഉണ്ടായിരുന്നത്. ഓക്കെ, 295 ഉണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് 37.81 ആയിരുന്നു. എന്നിട്ട് നമുക്ക് 295-ന് 90 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. 295-ന് 90 യൂണിറ്റ് ഇഷ്യൂ കഴിഞ്ഞാൽ 205 യൂണിറ്റ് അല്ലേ? 205 യൂണിറ്റ്. ഇനി അതിൻ്റെ ബാലൻസ് എഴുതുമ്പോൾ 3783 3783 മൈനസ് 12.15 അപ്പോൾ 25.68 വരും. 25.68. ഇതാണ് നമ്മുടെ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ ബാലൻസ് ആണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അടിക്കണം. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ അടിക്കും? വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് അടിച്ചിട്ട് കോളൻ ബിലോ ഇട്ടിട്ട് നമ്മൾ അടിക്കും. എന്തായിരിക്കും? 205 യൂണിറ്റ്സ് ഓഫ് റുപ്പീസ് 2568. 2568. ഇതാണ് നമ്മുടെ ബാലൻസിൻ്റെ വാല്യൂ ആയിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലിഫോ അല്ല, സിമ്പിൾ ആവറേജ് മെത്തേഡിൽ നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇനി അടുത്ത മെത്തേഡ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് കേട്ടോ പറയാം. ഓക്കെ, ക്ലിയർ ആണ്ടാവും വിചാരിക്കും. നമുക്ക് ഇതിന് മുമ്പ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഓരോരോ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം തന്നെ 3 മെത്തേഡിൽ ചെയ്യാം. ഫിഫോയിൽ ചെയ്യുക, ലിഫോയിൽ ചെയ്യുക, സിമ്പിൾ ആവറേജിൽ ചെയ്യുക, വെയ്റ്റഡ് ആവറേജിൽ ചെയ്യുക. എങ്ങനെ ചെയ്യാലും ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ വ്യത്യാസം ഉണ്ടാവില്ല, വാല്യൂവിൻ്റെ ടോട്ടൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.